ഓക്കെ. സോ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻസും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം വിർച്വൽ ബോക്സ് അല്ലാന്നുണ്ടെങ്കിൽ വിർച്വൽ ബോക്സ് അല്ല, വിർച്വൽ മെഷീൻസ്. വിർച്വൽ ബോക്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ വിർച്വൽ മെഷീൻസ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. വിർച്വൽ മെഷീൻസ് ഇതിന് മുന്നേ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വിർച്വൽ മെഷീൻസ് നമ്മളിതിൽ ഞാൻ നേരത്തെ ചോദിച്ച നേരത്ത് കാലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. വിർച്വൽ മെഷീൻ അല്ലാന്നുണ്ടെങ്കിൽ അതെന്താണെന്നറിയോ? വിഎം എന്താണെന്നറിയോ? വിഎംസ് എനിവൺ? ഒരു കമ്പ്യൂട്ടറിനുള്ള വേറെ കമ്പ്യൂട്ടർ അതാണോ? അതെ. അതെ, അതെ, അതെ.
ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന്. പക്ഷെ അത് തെറ്റാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ലിനക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കേർണലാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു. കേർണലിനെ പറ്റി പറഞ്ഞത് മനസ്സിലായോ? കേർണൽ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? നമ്മളിനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയും. അത് കഴിഞ്ഞിട്ട് കേർണലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് പറയാം. അപ്പോൾ കുറച്ചും കൂടി ഒരു വ്യക്തത വരും. ഓക്കെ. സോ ലിനക്സ് എന്ന് പറഞ്ഞത് ഒരിക്കലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാതെ എന്താണ്? ഒരു കേർണലാണ്. ലിനക്സിന്റെ അണ്ടറിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് എന്ത് നമുക്ക് പറയാം. ലിനക്സിന്റെ ഡിസ്ട്രോ ഒക്കെ ആണ് എന്ത് ഈ ഉബുണ്ടു, അതുപോലെ തന്നെ കാലി. ഇതൊക്കെ എന്ത് ചെയ്യാം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ ഒരിക്കലും ലിനക്സ് എന്ന് പറയുന്നത് എന്തല്ല? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, അതൊരു കേർണലാണ്. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ കേർണൽ എന്താന്നുള്ള കാര്യം പറഞ്ഞു. ഇനി കേർണലിന്റെ എക്സാമ്പിൾസ് ആണ് ലിനക്സ് കേർണൽ. ഓക്കെ. യൂസ്ഡ് ഇൻ മെനി ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ലിനക്സിന്റെ അണ്ടറിൽ വരുന്ന പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. കാലി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിൽ ഉബുണ്ടു, ഇങ്ങനെ വരുന്ന പല ഡിസ്ട്രിബ്യൂഷൻസ് എന്തിൽ വരുന്നുണ്ട്? ലിനക്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ലിനക്സ് എന്നല്ല ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, മറിച്ച് എന്താണ്? ഒരു ലിനക്സ് എന്ന് പറയുന്നത് ഒരു കേർണലാണ്. ഓക്കെ. ദെൻ വിൻഡോസിന്റെ NT കേർണൽ, ഫൗണ്ടേഷൻസ് ഓഫ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസിൽ യൂസ് ചെയ്യുന്ന വിൻഡോസിന്റെ ഒരു എന്താണ് കേർണലാണ് വിൻഡോസ് NT എന്ന് പറയുന്നത്. പിന്നെ XNU കേർണൽ യൂസ്ഡ് ഇൻ MacOS ആൻഡ് iOS. ആപ്പിൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? XNU കേർണൽ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്രത്തോളമാണ് കേർണലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. കേർണൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ സിമ്പിളായിട്ട് ഈ ഒരു ഫോട്ടോ, ഈ ഒരു ഇമേജ് എന്ത് ചെയ്യുക, മനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ആപ്ലിക്കേഷൻസിൻ്റെ അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർസിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ആരാണ്? കേർണലാണ്. അവിടെ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും റിസോഴ്സ് മാനേജ്മെൻറ്റും ഒക്കെ പോസിബിൾ ആക്കുന്നത് കേർണലാണ്. ഓക്കെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോർ പാർട്ടാണ് കേർണൽ. സോ കേർണൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജ് കമ്പ്യൂട്ടേഴ്സ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ്. ഓക്കെ. പ്രൊവൈഡിങ് സർവീസസ് ഫോർ ആപ്ലിക്കേഷൻ ആൻഡ് എ യൂസർ ഇൻ്റർഫേസ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കോർ പാർട്ടാണ് കേർണൽ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ, കമ്പ്യൂട്ടറിനെ അതുപോലത്തെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന് സോഫ്റ്റ്വെയർ റിസോഴ്സിന് എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. ഇവിടെ റിസോഴ്സും കാര്യങ്ങളും എന്താണ് മാനേജ് ചെയ്യുന്നത്. മറ്റ് നേരത്തെ കേർണൽ പഠിച്ചപ്പോൾ എന്തായിരുന്നു? അവിടെ കമ്മ്യൂണിക്കേറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ റിസോഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക? മാനേജ് ആണ് ചെയ്യുന്നത്. പ്രൊവൈഡിങ് സർവീസസ് ഫോർ ആപ്ലിക്കേഷൻ ആൻഡ് എ യൂസർ ഇന്റർഫേസ്. നമുക്ക് എന്ത് ചെയ്യും? കേർണൽ യൂസ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാര്യങ്ങളോ കിട്ടത്തില്ല. പകരം നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ഈ വിൻഡോസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്? ഇവിടെ ഈ ഒരു GUI ഗ്രാഫിക്കൽ ഇന്റർഫേസ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഫയൽ മാനേജേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളും ഇവിടെ റൺ ചെയ്യാനായിട്ട് പറ്റും. പല സോഫ്റ്റ്വെയർസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഇവിടെ റൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെ പോസിബിൾ ചെയ്യുന്ന ഒരു യൂസർ ഇന്റർഫേസ് പോസിബിൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ. ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നത് വെച്ചാൽ, കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ റിസോഴ്സസ് മാനേജ് ചെയ്യാണ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവൈഡിങ് സർവീസസ് ഫോർ ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള സർവീസസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതും ആരായിരിക്കും? ഇങ്ങനെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുകൂടാതെ തന്നെ നമുക്കൊരു യൂസർ ഇന്റർഫേസും പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി കോമ്പണൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ നേരത്തെ കേർണലിന്റെ അല്ല സോറി നേരത്തെ കേർണലിനെ പറ്റി പറഞ്ഞു. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? കോർ പാർട്ടായിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് എന്ത്? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേർണലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കേർണലിനെ പറ്റി പറയുന്നുണ്ട്. കോർ കമ്പോണന്റ് മാനേജിങ് സിസ്റ്റം ഓപ്പറേഷൻസ്. ഓക്കെ. സിസ്റ്റം ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു കോർ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് കേർണൽ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ പാർട്ടാണ് എന്ത്? കേർണൽ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർഫേസ് ഫോർ യൂസർ കമാൻഡ്സ് ആൻഡ് സ്ക്രിപ്റ്റിംഗ്, CLI. ഓക്കെ. ഇവിടെ എന്താ ഷെൽ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഷെല്ലിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ CMD, കമാൻഡ് പ്രോംപ്റ്റ്. ഓക്കെ. കമാൻഡ് പ്രോംപ്റ്റ് എന്താണ്? ഒരു ഷെല്ലിന് ഉദാഹരണമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇതേപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ യൂസർ കമാൻഡ്സും അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എന്തില്ല? നമുക്ക് ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് അല്ല, പകരം ഇവിടെ എന്താണ്? CLI ആണ്. കമാൻഡ് ആണ്. കമാൻഡ് ലൈൻ അല്ലാന്നുണ്ടെങ്കിൽ CLI ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്തല്ല? ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് അല്ല. ഓക്കെ. ദെൻ എന്താണ്? ഫയൽ സിസ്റ്റംസ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് ആണ് പറയുന്നത്. അതിൽ വരുന്ന ഒന്നാണ് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓർഗനൈസസ് ആൻഡ് മാനേജ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് ഓൺ സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ. ഇവിടെ എന്താണ്? വിൻഡോസിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വിൻഡോസിന്റെ എന്ത് വരുന്നുണ്ട്? കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. വിൻഡോസിന്റെ
ഒരു യൂസർ ഇൻ്റർഫേസ് അതിൽ പെട്ടിട്ടുള്ളതാണ് എന്ത് ഇപ്പോൾ നമ്മുടെ വിൻഡോസിൻ്റെ എന്ത് സ്റ്റോറേജ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റോറേജും കാര്യങ്ങളും ആ സ്റ്റോറേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള അടങ്ങിയിട്ടുള്ള ഒരു ഫയൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട് വിൻഡോസിനുണ്ട്. ഇതുപോലെ കാലിക്ക് വരുന്നുണ്ട്, ലിനക്സിന് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും എന്ത് വരുന്നുണ്ട്, ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടാകും. ദെൻ യൂട്ടിലിറ്റീസ് ആൻഡ് ആപ്ലിക്കേഷൻ സിസ്റ്റം ടൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രൊവൈഡഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് വരുന്ന സിസ്റ്റം ടൂൾസ് ഉണ്ടാകും. സിസ്റ്റം ടൂൾസിൽ വരുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് ഇപ്പോൾ വിൻഡോസിൽ വരുന്ന പല എന്തൊക്കെ ഉണ്ടാകും, സിസ്റ്റം ടൂൾസ് ഉണ്ടാകും, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ലിനക്സ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം ടൂൾസ് ഉണ്ടാകും, ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പോണൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മറ്റൊരു കോമ്പോണൻസ് ആണ് എന്ത് യൂട്ടിലിറ്റീസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് സിസ്റ്റം ടൂൾസും ആപ്ലിക്കേഷനും വരും. ആര് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന. അപ്പോൾ ഇത്രത്തോളമാണ് എന്ത് വരുന്നത് കോമ്പണൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ള കാര്യം നോക്കാം. അതിലെന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്, ഫങ്ഷൻസ് വരുന്നത് പ്രോസസ് മാനേജ്മെന്റ്. നേരത്തെ നമ്മൾ എന്ത് കേണലിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും പറഞ്ഞു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും പറയാം. ഓക്കെ, പ്രോസസ് മാനേജ്മെന്റ് ഇവിടെ എന്താ ചെയ്യുന്നത്, മാനേജിങ് റണ്ണിങ് ആപ്ലിക്കേഷൻ ആൻഡ് പ്രോസസ്സ്. ഇവിടെ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസും പ്രോസസ്സിനും ഒക്കെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാസ്ക് മാനേജർ ഇൻ വിൻഡോസ് ഷോസ് ഓൾ റണ്ണിങ് ആപ്പ് പ്രോസസ് ആൻഡ് ദെയർ റിസോഴ്സസ് യൂസേജ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ടാസ്ക് മാനേജർ എന്ന് പറയുന്നത് ആരുടെ ഒരു ഫംഗ്ഷനാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷനാണ്. ഇവിടെ എന്ത് ചെയ്യും, ഏതൊക്കെ തരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്രോസസ്സുകളാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു റാം അല്ലാന്നുണ്ടെങ്കിൽ മെമ്മറീസും കാര്യങ്ങളും അലോക്കേറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കേണലും കാര്യങ്ങളാണെന്ന് പറഞ്ഞു, കേണലാണെന്നുള്ള കാര്യം പറഞ്ഞു. അതുകൂടാതെ ഈ ഒരു ടാസ്ക് മാനേജർ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, പെർഫോമൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പ് ഹിസ്റ്ററി, എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്ന ആപ്പ് ഹിസ്റ്ററി വരുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് ആപ്പ്. ഓക്കെ, നമുക്ക് നമ്മുടെ ലാപ്പ് ഓണായി വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ചില നേരത്ത് ലാഗും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അനാവശ്യമായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസിന്റെ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസേബിൾ ആയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്പ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നേരത്തെ തന്നെ എന്ത് ചെയ്യും, ജസ്റ്റ് നമുക്ക് ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടൊക്കെ കാരണമായേക്കാം, എന്ത് കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അതിൽ വരുന്ന ഒരു മെയിൻ റീസൺ ആണ് എന്ത്, സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന നേരത്തെ തന്നെ ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാനായിട്ട് പറ്റും. അതെന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ എനേബിൾ ആയിട്ട് കിടക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, ആവശ്യമില്ലാത്ത തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് ഡിസേബിൾ ആക്കി വെച്ചാൽ മതി. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, അത് റിസോഴ്സസും കാര്യങ്ങളും സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യില്ല. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് ലാപ്പും കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വരാനുള്ള ചാൻസസും കാര്യങ്ങളും കൂടുതലാണ്. ഓക്കെ, സോ ഇതുപോലെയുള്ള സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻസ്, അതുപോലെ യൂസേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു കംപ്ലീറ്റ്ലി ഈ ഒരു ടാസ്ക് മാനേജർ ആരുടെ അണ്ടറിൽ വരുന്നതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതാണ് പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. ടാസ്ക് മാനേജർ ഇൻ വിൻഡോസ് ഷോസ് ഓൾ റണ്ണിങ് പ്രോസസ് ആൻഡ് ദെയർ റിസോഴ്സസ് യൂസേജ്. നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ റിസോഴ്സ്, ഏതൊക്കെ ആപ്ലിക്കേഷൻ എത്രത്തോളം റാമും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു പ്രോസസ്സ് ടാസ്ക് മാനേജർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ദെൻ മെമ്മറി മാനേജ്മെന്റ് ഹാൻഡിലിംഗ് സിസ്റ്റം മെമ്മറി അലോക്കേഷൻ ആൻഡ് ഓപ്റ്റിമൈസേഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻഷുവേഴ്സ് ദാറ്റ് വെൻ യു റൺ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഈച്ച് ഗെറ്റ് ദ മെമ്മറി നീഡ്സ് വിത്തൗട്ട് ക്രാഷിംഗ്. മെമ്മറീസും കാര്യങ്ങളും ക്രാഷ് ആവാതെ ആവശ്യമായിട്ടുള്ള മെമ്മറിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും വരുന്നുണ്ടാകും, ഇത് തമ്മിൽ സെയിം അല്ലേ എന്ന്. കേണലും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള മെമ്മറി മാനേജ്മെന്റ് ഇതിൽ വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ദെൻ ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ഇവിടെ എന്താ ചെയ്യുന്നത്, മാനേജിങ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് പ്രൊവൈഡിങ് ഫയൽ ആക്സസ് ആൻഡ് സ്റ്റോറേജ് മാനേജ്മെന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു വിൻഡോസ് എക്സ്പ്ലോറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ടറീസ് ആയിക്കോട്ടെ, ഫയൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിന്റെ ആക്സസ്, ഈ ഫയൽസിന്റെ കാര്യങ്ങൾക്കുള്ള ആക്സസും അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റോറേജ് മാനേജ് ചെയ്യുന്ന ആരാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ കംപ്ലീറ്റ്ലി ഈ ഒരു ഡ്രൈവറും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ചെയ്തിട്ട് മറ്റുള്ളൊരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ വക കാര്യങ്ങളൊക്കെ പോസിബിൾ ആക്കുന്ന ആരാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഇതിന്റെ ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് വിൻഡോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ,
ദ ഫയൽ എക്സ്പ്ലോറർ ലെറ്റ്സ് യു ബ്രൗസ് ഓപ്പൺ ആൻഡ് മാനേജ് ഫയൽസ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഫയൽ വിൻഡോസ് എക്സ്പ്ലോറിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫയൽസും കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. ഈ വക കാര്യങ്ങളൊക്കെ എന്ത് വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഫയൽ സിസ്റ്റം മാനേജ്മെന്റിൽ വരുന്നുണ്ട്. ദെൻ ഡിവൈസ് മാനേജ്മെന്റ്, കൺട്രോളിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പെരിഫറൽ ഡിവൈസസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ എന്താ, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെക്കഗ്നൈസ് ആൻഡ് ഇൻസ്റ്റാൾ ഡ്രൈവേഴ്സ് ഫോർ ന്യൂ പ്രിന്റേഴ്സ് അലോയിങ് യു ടു പ്രിന്റ് ഡോക്യുമെന്റ്സ്. നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ്, അവിടെ ഒരു നമ്മളെ ഈ ഒരു ഡ്രൈവറും അതുപോലെ തന്നെ ഈ ഒരു USB നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നേരത്തെ അവിടെ കൊടുക്കുക, ഓപ്പൺ ആക്കുന്ന നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, അത് ഇൻപുട്ട് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ചെയ്യുന്ന ആരാണ്, കേർണലാണ്. പകരം ഇതിനാവശ്യമായിട്ടുള്ള ഡ്രൈവേഴ്സും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആരാണ്, അത് റെക്കഗ്നൈസ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു USB ആണ് ഞാൻ മൗണ്ട് ചെയ്തേക്കുന്നത്, അപ്പോൾ അതിനാവശ്യമുള്ള ഡ്രൈവർ ഇന്നതാണ്, അത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആരാ ചെയ്യുന്നത്, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പകരം അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിൽ എന്തൊക്കെ ഫയൽസും കാര്യങ്ങളുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് അത് യോജിപ്പിക്കുന്ന ആ ഒരു ഹാർഡ്വെയറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്ന ആരാണ്, കേർണലാണ്. ഓക്കെ, ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ സെക്യൂരിറ്റി ആൻഡ് ആക്സസ് കൺട്രോൾ, ഇംപ്ലിമെന്റിംഗ് സെക്യൂരിറ്റി മെഷേഴ്സ്, മാനേജിങ് യൂസർ അക്കൗണ്ട്സ്. നേരത്തെ പറഞ്ഞു നമുക്ക് യൂസർ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കേർണലുമായിട്ട് നമുക്ക് പോസിബിൾ ആക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ യൂസർ അക്കൗണ്ടും എന്ത് ചെയ്യണം, അതിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളുണ്ട്, സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്, ലോഗിൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രിവിലേജും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ചില ഫയൽസും കാര്യങ്ങളും എനിക്ക് ഓപ്പൺ ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ ആ ഒരു എന്ത് ചെയ്യുന്ന, ആ ഒരു യൂസർ അക്കൗണ്ട് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, UAC എന്ന് പറഞ്ഞ വിൻഡോസിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗസ്റ്റ് ആയിട്ട് റൺ ചെയ്യാണ്, ആ നേരത്ത് നമ്മൾ റൂട്ട് ഡയറക്ടറിയിൽ വരില്ല, അല്ലാന്നുണ്ടെങ്കിൽ അഡ്മിൻ പ്രിവിലേജ് വേണ്ട ഫയൽസും കാര്യങ്ങളും ഓപ്പൺ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു പോപ്പപ്പ് വരും, ഇത് അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രിവിലേജിന്റെ അണ്ടറിൽ വരുന്നതാണ്, അത് റൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പാസ്വേഡും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കും. ജസ്റ്റ് ആയിട്ട് റൺ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പാസ്വേഡും കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഒരു സെക്യൂരിറ്റി മെഷർ എന്ത് ചെയ്തു, അവിടെ ഉണ്ട്. അപ്പോൾ അത് പോസിബിൾ ആക്കുന്ന ആരാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ സെക്യൂരിറ്റി ആൻഡ് ആക്സസ് കൺട്രോൾ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റിംഗ് സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് മാനേജിങ് യൂസർ അക്കൗണ്ട്സ്, ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ദെൻ പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഡെസ്ക്ടോപ്പ് OSൽ ഏതൊക്കെ വരുന്നുണ്ട്, വിൻഡോസ് വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. വിൻഡോസ് വരുന്നുണ്ട്, മാക് OS വരുന്നുണ്ട്, ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടുള്ള ഉബുണ്ടു, ഫെഡോറ, ഡെബിയൻ. സോ ഇവിടെ എന്താണ്, നമ്മൾ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ വിൻഡോസ് യൂസ് ചെയ്യാറുണ്ട്, ചിലവർ മാക് യൂസ് ചെയ്യും, ലിനക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി സെർവർ OS. ഓക്കെ, സെർവർ OS ഏതൊക്കെയാണ്, വിൻഡോസിന്റെ സെർവേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിനക്സിന്റെ സെർവർ വരുന്നുണ്ട്, ഉബുണ്ടു സെർവർ ആയിക്കോട്ടെ, CentOS ആയിക്കോട്ടെ. നിങ്ങൾ ചില സെർവറിനെ പറ്റിയിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലവർ സെർവർ എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയാനുണ്ടാവുള്ളൂ, അതായിട്ട് ഫെമിലർ ആയിരിക്കില്ല. സോ എന്ത് വരുന്നുണ്ട്, സെർവർ ഇതേപോലെ എന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് വിൻഡോസിന്റെ സെർവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിനക്സ് സെർവർ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മളൊക്കെ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിലെന്ത് ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡ് വരുന്നുണ്ട്, iOS വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ പലതരത്തിലുള്ള മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന ഫോൺസും ഉണ്ട്, മൊബൈൽ ഫോൺസ്, സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഓക്കെ, സോ ഏതിലൊക്കെ വരുന്നുണ്ട്, ഡെസ്ക്ടോപ്പിൽ വരുന്നുണ്ട്, സെർവറിൽ വരുന്നുണ്ട്, മൊബൈലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളമാണ് അതിൽ വരുന്ന ഡീറ്റെയിൽസ്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾസ് ആയിട്ട് വന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള വിൻഡോസ് ആയിക്കോട്ടെ, മാക് OS ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺഫ്യൂഷൻ വരുന്നുണ്ട്, കേർണലും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും. അപ്പോൾ ആ ഒരു ഡിഫറൻഷിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, കേർണൽ എന്താണ്, കേർണൽ നേരത്തെ പറഞ്ഞ പോലെ കേർണൽ ഇസ് ദ കോർ കോമ്പോണന്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് സിസ്റ്റം റിസോഴ്സസ് ആൻഡ് ഹാർഡ്വെയർ. ഓക്കെ, കേർണൽ എന്താ ചെയ്യുന്നത്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോറായിട്ടുള്ള കമ്പോണന്റ് ആണ്. അതുപോലെ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ റിസോഴ്സസും അതുപോലെ തന്നെ ഹാർഡ്വെയറും എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം. സിസ്റ്റത്തിന്റെ ഹാർഡ്വെയറും അതുപോലെ തന്നെ റിസോഴ്സും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കേർണലിന്റെ ഒരു കോറായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ കേർണൽ മോഡ് വിത്ത് റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഹാർഡ്വെയർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഹാർഡ്വെയറിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം അത് കേർണൽ വഴി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ
സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയറിൻ്റെ സെക്യൂരിറ്റിയും കൂടി ആരും ഉറപ്പുവരുത്തുന്നുണ്ട്, കേർണൽ ഉറപ്പുവരുത്തുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് നമ്മുടെ ഹാർഡ്വെയറിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, അതിൽ ആ ഒരു സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളും കടന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഹാർഡ്വെയറിനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാർട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ കീ ഫങ്ഷൻസ് ഇൻക്ലൂഡ് പ്രോസസ് മാനേജ്മെൻറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്യുക, പ്രോസസ് മാനേജ്മെൻറ്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോഷൻ യൂസ് ചെയ്യുന്നുണ്ടോ? നോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ കുറച്ചും കൂടി സുഖമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാറുണ്ടോ? നോട്ട്സും കാര്യങ്ങളും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കുന്ന ക്ലാസ്, ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്നെടുത്ത ക്ലാസ്സിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിന്നെ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഇൻ്റർവ്യൂവിനോ കാര്യങ്ങളോ പോകണ നേരത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതിയാവും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ട് നോട്ട്സും കാര്യങ്ങളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു, കേർണൽ എന്താ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വിർച്വൽ മെഷീൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കേർണലിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കീ ഫങ്ഷൻസ് ഓഫ് ഇൻക്ലൂഡ് പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ് ആൻഡ് ഡിവൈസ് കൺട്രോൾ. ഡിവൈസിൻ്റെ കൺട്രോളും അതുപോലെ തന്നെ മെമ്മറി മാനേജ് ചെയ്യുക, പ്രോസസ്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കേർണലിൻ്റെ ഒരു ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, കീ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ കേർണൽ ഹാൻഡിൽസ് ലോ ലെവൽ ടാസ്ക് ലൈക്ക് സ്വിച്ചിങ് ബിറ്റ്വീൻ റണ്ണിങ് പ്രോഗ്രാംസ്. നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളും സ്വിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നത്, ലോ ലെവൽ ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്, കേർണലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോർ പാർട്ടാണ് എന്ത്, കേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ലെവൽ വരുന്ന ടാസ്കും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, കേർണലിന് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ലോ ലെവൽ ടാസ്ക് വരുന്ന, അതായത് സ്വിച്ചിങ് ബിറ്റ്വീൻ റണ്ണിങ് പ്രോഗ്രാംസും കാര്യങ്ങളും സ്വിച്ച് ചെയ്യാൻ ആരാണ് യൂസ് ചെയ്യുന്നത്, കേർണലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ദ കേർണൽ ആൻഡ് അഡീഷണൽ സോഫ്റ്റ്വെയർ കോമ്പോണൻസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണലിനെ യൂസ് ചെയ്യുന്നുണ്ട്, കേർണലിനെ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, അതർ അഡീഷണൽ സോഫ്റ്റ്വെയർ കോമ്പോണൻസും കൂടെ യൂസ് ചെയ്യുന്നത്, ദാറ്റ് പ്രൊവൈഡ് എ കമ്പ്യൂട്ടർ യൂസർ എക്സ്പീരിയൻസ്, കംപ്ലീറ്റ് യൂസർ എക്സ്പീരിയൻസ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു യൂസർ എക്സ്പീരിയൻസ്, യൂസർ ലെവലിൽ വരുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിലുള്ള കോർ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് കേർണൽ എന്ന് പറയുന്നത്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ബോത്ത് കേർണൽ മോഡ്. കേർണൽ മോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും ഫോർ ദ കേർണൽ, ആൻഡ് യൂസർ മോഡ് ഫോർ ആപ്ലിക്കേഷൻ ആൻഡ് യൂട്ടിലിറ്റീസ്. ആപ്ലിക്കേഷൻസും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു രീതിയിൽ യൂസർ മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കേർണൽ മോഡിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കീ ഫങ്ഷൻസ് ഇൻക്ലൂഡ് പ്രൊവൈഡിങ് എ യൂസർ ഇന്റർഫേസ്, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ആൻഡ് റണ്ണിങ് ആപ്ലിക്കേഷൻസ്. ഇതെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിപ്പോൾ വിൻഡോസ് യൂസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂസർ ഇന്റർഫേസ് കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് ഫയൽ സിസ്റ്റം മാനേജ് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനായിട്ട് പറ്റും. ഇത്ര കാര്യങ്ങൾ മാത്രമല്ല, പക്ഷേ കീ ഫങ്ഷൻസ് പറയുന്ന ഇത്രത്തോളം കാര്യങ്ങളാണ്. ഇനി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ the operating system includes everything from the desktop environment you interact with the tools you use for file management. ആ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫയൽ മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റും കാര്യങ്ങളും പോസിബിൾ ആക്കുന്നവരാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇത്രത്തോളമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സമ്മറിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ദ കേർണൽ ഇസ് ദ ഫൗണ്ടേഷണൽ ലെയർ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡയറക്ട്ലി മാനേജിങ് ഹാർഡ്വെയർ ഇൻട്രാക്ഷൻസ്. എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ ലെയർ ആണ്, അല്ലാതെ കോർ പാർട്ടാണ് എന്ത്, കേർണൽ എന്ന് പറയുന്നത്. ഇത് ഡയറക്ട്ലി ഹാർഡ്വെയറിന് എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദ ഒ എസ് ഈസ് ദ കംപ്ലീറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ കേർണൽ ആൻഡ് ദ അഡീഷണൽ കമ്പോണൻറ്റ്സ് ടു പ്രൊവൈഡ് യൂസബിൾ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ്. നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരു യൂസർ ഇൻ്റർഫേസ് കാര്യങ്ങളും തന്നിട്ട് കേർണലിനെ ഉപയോഗപ്പെടുത്തിയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ ഇത്രത്തോളമാണ് എന്ത് ചെയ്ത് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കേർണലിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. സോ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണലിനെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ, എനിവൺ? അതുപോലെ തന്നെ വിർച്വൽ മെഷീൻസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇത്രയും എടുത്ത ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ, ക്ലിയർ ആണ്? ഓക്കെ, ദെൻ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോസസ്സും കാര്യങ്ങളും നോക്കാം. ഓക്കെ, സോ ഇതിൽ ആരൊക്കെ കാലി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ
കുറച്ച് പേര് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാളെങ്ങാനും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ. സോ നമുക്ക് എന്താ കാലി ലിനക്സ് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, VMware യൂസ് ചെയ്യാം, വിർച്വൽ ബോക്സ് യൂസ് ചെയ്യാം, ഹൈപ്പർ വി യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നത്, വിർച്വൽ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് വിർച്വൽ ബോക്സ് എന്ന് അടിച്ചാൽ മതി. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ തന്നെ ഫസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറാക്കിൾ VM വിർച്വൽ ബോക്സ് എന്ന് കാണാനായിട്ട് പറ്റും. ഓക്കെ. താഴോട്ടേക്ക് പോകുന്ന നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ്സ് വരുന്ന ഓക്കെ, ഇവിടെ ഈ ഒരു ഇടത് ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ്സും കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. അത് വിൻഡോസിനും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, മാക് OSൽ ഡൗൺലോഡ് ചെയ്യാം, ഇപ്പോൾ ലിനക്സ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ പല തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിലും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇവിടെ വിൻഡോസ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ വിൻഡോസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യും, അത് ഇൻസ്റ്റാൾ ആവും. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ കാരണം എന്താ വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ അത്രയും ടൈം പോകും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ബേസിക്കലി ഞാൻ കാണിച്ചു തരാം. ഇവിടെ വിർച്വൽ ബോക്സ് ജസ്റ്റ് സെർച്ച് ചെയ്യാൻ, എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ വിൻഡോസ് ഹോസ്റ്റ് എന്നുള്ള കാര്യം സെർച്ച് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. ആർക്കോ ഡൗട്ട് ഉണ്ടോ? സാദിഖ്, ഹലോ. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ പുറമെ നമുക്ക് എന്താണ്, കാലിൻ ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട്. ഇവിടെ എല്ലാം ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കാൽ ആഡ് ചെയ്തതാണ്. സോ ഇവിടെ എത്രത്തോളം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്താലുള്ള ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, കാലി ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കാലിന്ന് ജസ്റ്റ് cali.org എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നമുക്ക് കിട്ടും. അതിൽ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ താഴോട്ട് പോകും. ഇതിൽ വിർച്വൽ മെഷീൻസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രീ ബിൽഡ് വിർച്വൽ മെഷീൻസ്. ഇത് നമുക്ക് അത്രത്തോളം ഇപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ISO ഫയൽ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വിർച്വൽ ബോക്സിൻ്റെ ഫയലായിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇതിൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, വിർച്വൽ ബോക്സിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പലതരത്തിലുള്ള എറേഴ്സും കാര്യങ്ങളും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഓരോ കംപ്ലീറ്റ്ലി സ്റ്റെപ്സും കാര്യങ്ങളും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, കോൺഫിഗർ ചെയ്യേണ്ടി വരും. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ കൊടുത്താൽ എന്ത് ചെയ്യും, ഈ ഒരു കാലി ലിനക്സിൻ്റെ ഏകദേശം 3.1 GB ഒരു ഫയൽ ഡൗൺലോഡ് ആവും. എന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒന്നെങ്കിൽ 7-zip അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസ് 7-zip യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് അൺസിപ്പ് ചെയ്യുക. അൺസിപ്പ് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ഫയൽ ഫോർമാറ്റ് കിട്ടും. ഞാനത് കാണിക്കുന്നുണ്ട് ഇവിടെ. അത് അൺസിപ്പ് ചെയ്യുന്ന നേരത്തെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനൊരു ഫയൽ അതിനകത്ത് ഉണ്ടാവും. അൺസിപ്പ് ചെയ്താൽ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബ്ലൂ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അവിടെ ഒന്നെങ്കിൽ വിർച്വൽ ബോക്സിൻ്റെ ഒരു AMD64 എന്ന് കാണുന്ന ഈ ഒരു ഫയൽ ഉണ്ടാകും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആഡ് എന്ന് കൊടുത്തിട്ട് ആ ഒരു ഡയറക്റ്റ് എടുത്തിട്ട് അവിടെ ആ ബ്ലൂ ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ആഡ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, കാലി എന്ന് എടുത്തു. ഈ ഒരു ഫയലായിരിക്കും നമ്മൾ അൺസിപ്പ് ചെയ്യുമ്പോൾ കാണുക. എന്നിട്ട് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്നുള്ള ഈ ഒരു ഇത് കൊടുക്കുകയാണെന്ന് എന്ത് ചെയ്യും, ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. സോ ഇങ്ങനെയാണ് നമുക്ക് കാലി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ. സോ കാലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇവിടെ വിൻഡോസ് ഉണ്ട്. വിൻഡോസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ലിനക്സ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂസർ ഫ്രണ്ട്സ് ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ കാലിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഉബുണ്ടു വേണമെന്നുണ്ടെങ്കിൽ ഉബുണ്ടു യൂസ് ചെയ്യാം. അല്ല പല തരത്തിലുള്ള ഡിസ്ട്രോകളും വരുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ കാലി യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ പ്രീ ബിൽഡ് ആയിട്ടുള്ള കുറേ പലതരത്തിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ആ ഒരു കാലി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് എന്ന് കാണാൻ പറ്റും. ആ ഒരു സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, സിസ്റ്റത്തിൽ നമുക്ക് ഏകദേശം ഇപ്പോൾ ഇവിടെ ഞാൻ 10 GB എന്ന് കൊടുത്തേക്കുന്നത്, അത് എന്ത് ചെയ്യുക,
ഒരു 4 GB ഒക്കെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് സ്മൂത്തായിട്ട് റൺ ആവാൻ എന്ത് ചെയ്താൽ മതി, ഒരു 4 GB കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ പ്രോസസ്സറും കാര്യങ്ങളും ചോദിക്കുന്നുണ്ടാകും. ആ ഒരു പ്രോസസ്സർ എന്ത് ചെയ്താൽ മതി, ഒരു 2 ഒക്കെ കൊടുത്താൽ മതി. ഇവിടെ എനിക്ക് കുറച്ചും കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ ഒരു പ്രോസസ്സറിൽ CPU എത്രത്തോളം കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു 2 ഒക്കെ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എക്സിക്യൂഷൻ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആ ഒരു കാല് കുറച്ചൊരു സ്മൂത്ത് ആയിട്ട് റൺ ആവില്ല. ഓക്കെ, അതുകൊണ്ട് എക്സിക്യൂഷൻ ക്യാപ്പ് എന്നുള്ളത് 100% കൊടുക്കുക. ദെൻ അത്രത്തോളമാണ് ഉള്ളത്. പിന്നെ വരുന്ന ഒന്നാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യുക, വീഡിയോ മെമ്മറി എന്ത് ചെയ്യുക, ഇതുപോലെ 128 ഇട്ട് കൊടുത്തതിന് ശേഷം അത് യൂസ് ചെയ്യാം. പിന്നെ നെറ്റ്വർക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. നാറ്റ് എന്താ, ബ്രിഡ്ജ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ഒരു കാലി ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളും, അല്ലാന്നുണ്ടെങ്കിൽ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ നിങ്ങൾ കാണിക്കും. ഓക്കെ, നാളെ നമുക്ക് എന്ത് ചെയ്യാം, ലിനക്സിലേക്ക് കടക്കാം. ലിനക്സിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ കാലി ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ അത് ഓപ്പൺ ആവാൻ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അവിടെ ചോദിക്കുന്ന നേരത്തെ 2 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള കാര്യം കൊടുക്കുക. ഓക്കെ, ഇവിടെ ഡിഫോൾട്ടായിട്ട് നമുക്ക് യൂസർ നെയിം പാസ്വേഡും ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കാലി യൂസർ നെയിമായിട്ടും അതുപോലെ തന്നെ പാസ്വേഡായിട്ട് കാലി തന്നെ കൊടുത്താൽ മതി. കാലിന്ന് 2 സ്ഥലത്തും കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസർ നെയിം കോളത്തിലും അതുപോലെ തന്നെ പാസ്വേഡിൻ്റെ കോളത്തിലും എന്ത് ചെയ്താൽ മതി, ഈ ഒരു ക്രെഡൻഷ്യൽ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു ഫുൾ സ്ക്രീൻ ആയിട്ടല്ല നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്താ മതി, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള കൺട്രോൾ ഉണ്ടല്ലോ, റൈറ്റ് സൈഡിലെ കൺട്രോളും അതുപോലെ തന്നെ എഫ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫുൾ സ്ക്രീൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫുൾ സ്ക്രീൻ ആയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള കൺട്രോൾ അല്ല, പകരം റൈറ്റ് സൈഡിലുള്ള കൺട്രോൾ പ്ലസ് എഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ക്രീൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഡിവൈസസിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം, ഇപ്പോൾ വിൻഡോസ് നമ്മുടെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ Windows 11 ആണെന്ന് പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഫയലല്ല എന്തെങ്കിലും തരത്തിലുള്ള ടെക്സ്റ്റോ കാര്യങ്ങളോ കോപ്പി ചെയ്തിട്ട് ഡയറക്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈസസിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി, ഷെയർഡ് ക്ലിപ്പ് ബോർഡ് എന്ത് ചെയ്യുക, ബൈ ഡയറക്ഷനിൽ നിന്നുള്ള ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തിടുക. ഓക്കെ, അല്ല നേരത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക എന്തായിരിക്കും, ഡിസേബിൾഡ് ആയിരിക്കും. അതെന്ത് ചെയ്യാൻ മതി, ജസ്റ്റ് ബൈ ഡയറക്ഷനിൽ നിന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കാലിയിൽ നിന്ന് എന്തെങ്കിലും കാര്യം കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഹോസ്റ്റിൽ ഇടാം. അതുപോലെ തന്നെ ഹോസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാലിക്കകത്തും ഇടാനായിട്ട് പറ്റും. പിന്നെ വരുന്നൊരു ഓപ്ഷനാണ് ഷെയർ ഫോൾഡേഴ്സ്. ഇപ്പോൾ കാലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യണം, വിൻഡോസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഫയൽസോ കാര്യങ്ങളോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നൊരു ഒരു ഒരു ഭാഗമാണ് എന്ത്, ഷെയർഡ് ഫോൾഡേഴ്സ്. എൻ്റെ ഒരു ഫീച്ചറാണ് ഷെയർഡ് ഫോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസ് ഈ കാലിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിർച്വൽ ബോക്സ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട്, അല്ല വിർച്വൽ ബോക്സ് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഫോൾഡർ എന്ത് ചെയ്യാം, ആ ഒരു ഫോൾഡർ യൂസ് ചെയ്തിട്ട് ആ ഫോൾഡറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫയൽസോ കാര്യങ്ങളോ ഇവിടെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാലിക്കകത്ത് തുറക്കാനായിട്ട് പറ്റും, കാലിക്കകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യാൻ മതി, ഈ ഒരു പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ആ ഒരു ഫയൽ പാത്ത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മേക്ക് പെർമനന്റ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ആ ഒരു ഫയൽ കാണാനായിട്ട് ഒരു ഫയൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്താൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അതേ കാണിക്കാം. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇവിടെ ഫയൽ സിസ്റ്റം കാണിക്കുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടില്ല, ഇപ്പോൾ എൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ ഒരു ഫയലിലുള്ള വിൻഡോസിലുള്ള ഒരു ഫയലാണ് എന്ത്, ബബ്സ്യൂട്ട് പ്രോ വെർഷൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ഫയൽ അവിടെ ഉണ്ട്. അതെന്ത് ചെയ്യും, എനിക്ക് കാലിക്കകത്ത് SF വിർച്വൽ ബോക്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫയൽ കാണാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫയൽസും കാര്യങ്ങളും വിൻഡോസിൽ നിന്ന് ഹോസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടേക്ക് കാലിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫയലോ കാര്യങ്ങളോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് പറ്റും. ഇത് ഞാനിവിടെ ഫസ്റ്റ് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം,
നമുക്കിതിൻ്റെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളും നോക്കാം. ഓക്കെ, ഫുൾ സ്ക്രീൻ ആക്കുന്നുണ്ട്. ഇവിടെ എന്ത് വരുന്നുണ്ട്, പലതരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാലണ്ടർ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി എന്താണ് ഡിഫോൾട്ടായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസും കാര്യങ്ങളും ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ കാലിൽ വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പിന്നീട് നമുക്ക് ഓരോ ടൂൾസും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇതായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട് ഇത്രത്തോളം ടൂൾസ് വരുന്നുണ്ട്. ഓക്കെ, സോ അതിൽ ഇത്രത്തോളം ടൂൾസ് വരും, ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഈ കാലിക്കകത്ത് നമ്മൾ പിന്നീട് ഡൗൺലോഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യങ്ങൾ വെബ് ആപ്ലിക്കേഷൻ അനാലിസിസിൽ വരുന്നുണ്ട്, ബഗ് സ്യൂട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പല കോമൺ ആയിട്ട് വരുന്ന ടൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഇപ്പോൾ പാസ്വേഡ് അറ്റാക്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ജോൺ, അതുപോലെ തന്നെ ഹാഷ് കാറ്റൊക്കെ വരുന്നത്. ഇതൊക്കെ അതിനകത്ത് എന്ത് ചെയ്യുന്നത്, വയർലെസ് അറ്റാക്കിൽ വരുന്ന ടൂൾസ് ഉണ്ട്. ഇതൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നമുക്ക് കാലിക്കകത്ത് കിട്ടും. പിന്നീട് വരുന്നതാണ് കാലിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി എന്താ കമാൻഡ് ലൈനിൽ വരുന്ന കാര്യമാണ് ഇത്. ഈ ഒരു കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ പല കാര്യങ്ങളും ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു കാലിനെക്സിന്റെ പല കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി യൂസ് ചെയ്ത് പഠിക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാലിനെക്സ് ഇൻസ്റ്റാളേഷനും അതിൽ കുറച്ച് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ എങ്ങനെ കാലി ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഈ ഒരു സമയത്തിന്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് കാലി ഇൻസ്റ്റാൾ ചെയ്യാത്തവർ നാളെ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ആ ഒരു കാലി ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം ഇതുപോലെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് നാളെ എന്ത് ചെയ്യാം, ലിനക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കാലി ലിനക്സിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതിൽ വരുന്ന കമാൻഡ്സ് എങ്ങനെ നമുക്ക് ഓരോ കമാൻഡ്സ് യൂസ് ചെയ്യാം, ആവശ്യമായിട്ടുള്ള കമാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? നമ്മൾ കാലി ഇൻസ്റ്റാളേഷനെ പറ്റിയിട്ട് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കേണൽ, പിന്നെ വിർച്വൽ മെഷീൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇനി തിയറി പോർഷൻ എടുക്കുന്നില്ല. ഫസ്റ്റ് ടൈമിൽ കുറച്ച് തിയറി പോർഷൻസ് ഉണ്ടാകും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഒരു പ്രാക്ടിക്കൽ ലാബും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ ട്രയാക്കിൽ ചെയ്യണം. അങ്ങനെയല്ലേ ബെറ്റർ. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തിയറി എടുക്കുന്നതിന് പകരം കുറച്ച് പ്രാക്ടിക്കൽ ലാബ്സും നിങ്ങൾക്ക് വേണ്ടി വരുന്ന അറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മടുപ്പ് വരാതിരിക്കാനാണ് പ്രാക്ടിക്കൽ ലാബും കൂടെ തരുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യാം, ഈ ഒരു DNS കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ DNS പഠിപ്പിച്ചിട്ടില്ലേ? DNS എന്താണെന്ന് മനസ്സിലായില്ല? അപ്പോൾ ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ DNS പഠിപ്പിച്ചില്ലേ നിങ്ങളെ? ആരെ? ഓക്കെ. പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, DNSന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലാബ് വരുന്നുണ്ട്. അതെന്ത് ചെയ്യാം, നിങ്ങളെന്ത് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു റൂം എന്ത് ചെയ്യാം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രത്തോളം ഇന്ന് നമ്മൾ തിയറി പോർഷൻ ആയിട്ട് എടുക്കുന്നുള്ളൂ. നാളെ നമുക്ക് എന്ത് ചെയ്യാം, കാലിൻ്റെ കമാൻഡ്സും കാര്യങ്ങളും നോക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമുക്ക് കുറച്ചും കൂടെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. അതിന് നമുക്ക് എന്തുണ്ട്, ഒരു ഗെയിം പോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊക്കെ നാളെ നിങ്ങൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തുക. അപ്പോൾ ഇന്ന് എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലാബ് നേരത്തെ ഒരു ലാബ് തന്നിട്ടുണ്ടായിരുന്നു. ആ ലാബ് കഴിയാത്തവർ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു DNS ഇൻ ഡീറ്റെയിൽ എന്നുള്ള ലാബ് കൂടെ ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി ഈ ഒരു റൂംസും കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, സോ ഈ റൂം നിങ്ങളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ സോ ഈ റൂമിൽ പ്രാക്ടിക്കൽ സൈഡാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, DNS ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ TXT റെക്കോർഡ് ഓഫ് വെബ്സൈറ്റ് website.thm എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിൻ്റെ TXT റെക്കോർഡ് വാല്യൂ എന്താണെന്നുള്ള കാര്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ DNS ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ DNS ടൈപ്പ് A കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ള കാര്യങ്ങൾ നേരത്തെ
ഇതിന് മുന്നുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് എന്താന്നുള്ള കാര്യങ്ങൾ. സി നെയിം എന്താ, എം എക്സ് എന്താ, ടി എക്സ് ടി എന്താ. അപ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് ടി എക്സ് ടി എന്ന് ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എൻ എസ് ലുക്കപ്പ് ഇവിടെ എന്ത് ചെയ്യും, ടൈപ്പ് ഈക്വൽ ടു ടി എക്സ് ടി. ഓക്കെ, ദെൻ ആ ഒരു വെബ്സൈറ്റിൻ്റെ URL കൊടുത്തിട്ടുണ്ട്, website.thm. ഇവിടെ എന്ത് ചെയ്താൽ മതി, സെൻഡ് DNS റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത് കൊടുക്കുന്ന നേരത്തെ എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ ഇവിടെ കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ റെക്കോർഡ്സ് ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അതെന്താ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ പ്രാക്ടിക്കൽ സൈഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സി നെയിം എന്താണെന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഈ സി നെയിം എന്ന് കൊടുത്തു. ഈ സബ് ഡൊമൈൻ്റെ സി നെയിം എന്താണെന്നുള്ള കാര്യം കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, അത് കൊടുക്കുന്ന നേരത്തെ എന്ത് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഓക്കെ, സെർവർ ക്യാൻ ഫൈൻഡ് website.thm. ഓക്കെ, എൻഎസ് ലുക്ക് വെബ്സൈറ്റ് THM. ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സി നെയിം ഓഫ് ഷോപ്പ് website.thm. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് നമ്മളെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ TXT റെക്കോർഡ് ഓഫ് ദി വെബ്സൈറ്റ് THM എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഈ TXT എന്നുള്ള ഈ DNS ടൈപ്പ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, സെൻഡ് DNS റിക്വസ്റ്റ് എന്നുള്ള കാര്യം കൊടുത്താൽ എന്ത് ചെയ്യും, അതിൻ്റെ TXT വാല്യൂ എന്താണെന്നുള്ളത് ഇവിടെ ഒരു ഫ്ലാഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണ്ട, ഇപ്പോൾ വാക്ക് ത്രൂ ഉണ്ടെന്ന് വെച്ചിട്ട് അതിൽ ഫുൾ കംപ്ലീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നോക്കിയിട്ട് ചെയ്യരുത്. പകരം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ വരുന്ന നേരത്ത് മാത്രം എന്ത് ചെയ്യുക, അത് റെഫർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, DNSൻ്റെ ആ ഒരു റൂമാണല്ലോ. DNSൻ്റെ ആ റൂം ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഇപ്പോൾ മീഡിയത്തിൻ്റെ ഇവിടെ ഇത് സെർച്ച് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് പലതരത്തിലുള്ള വാക്ക് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ആ ഒരു വാക്ക് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്തിട്ട് ആ ഒരു റൂമും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാനുള്ള അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. ചിലത് ചില മീഡിയസിൻ്റെ റൈറ്റപ്സ് എന്തായിരിക്കും, ആൻസേഴ്സ് മാത്രമായിരിക്കും. ചിലതിൽ എന്തൊക്കെ ഉണ്ടാകാം, അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ പോലെ റൂംസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു വാക്ക് ത്രൂ ഉണ്ടെന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലായിട്ട് എന്ത് ചെയ്യരുത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പകരം നിങ്ങളെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് ഇട്ട് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ടൈം വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വാക്ക് ത്രൂ റെഫർ ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ നമുക്ക് ക്ലാസ്സിൽ ഇത്രത്തോളം തന്നെ ഉള്ളൂ. സോ നമുക്ക് നാളെ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ലിനക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ലിനക്സിൻ്റെ കമാൻഡ്സും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി വേറെ എന്തോ ഇല്ലാന്നുണ്ടെങ്കിൽ, വേറെ ഒരു കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം കേട്ടോ. താങ്ക് യു ഓൾ.